നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഫുൾ മൂണിൻ്റെ എനർജിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒരു ചെറിയ വഴക്ക്, പ്രശ്നം, ഉടക്ക്, കരച്ചിൽ എല്ലാം കഴിഞ്ഞു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഐ ഹോപ്പ് എല്ലാവരും അതിൽ പുറത്ത് വന്ന് കാണുമെന്ന് വിചാരിക്കുന്നു. അതിൽ തന്നെ ഇരുന്ന് പോകരുത്, അവിടെയാണ് മെയിൻ പ്രശ്നം. ഓക്കെ, ആ ഒരു ഇമോഷൻസ് അപ്പ് ആൻഡ് ഡൗൺ വരുമ്പോൾ, ഡൗൺ എനർജി പോകുമ്പോൾ അതിൽ തന്നെ നിങ്ങൾ ഇരിക്കരുത്. അതിനാണ് ഫുൾ മൂൺ റെമഡീസ് ഒക്കെ ചെയ്യാൻ പറയുന്നത്. ഞാൻ ഗൈഡൻസിൽ ഇട്ടിരുന്നു, മറ്റേൽ ഇടാൻ മറന്നുപോയി, സോറി. ഗൈഡൻസ് മെസ്സേജിൻ്റെ താഴെ ഞാൻ വീഡിയോസ് ഇട്ട് വെച്ചിരുന്നു. ഐ ഹോപ്പ് നിങ്ങളൊക്കെ ചെയ്ത് കാണുമെന്ന് വിചാരിക്കും റെമഡീസൊക്കെ. ഓക്കെ, ഇല്ലെങ്കിൽ ഇന്നും എടുത്ത് ചെയ്യാം, എപ്പോഴായാലും എടുത്ത് ചെയ്യാം, നോ ഇഷ്യൂസ്. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഒന്നുകൂടി കൊടുക്കാം. ഓക്കെ, ഫുൾ മൂൺ റെമഡീസ് ഒക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അങ്ങനെ ആ ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ അതിൽ അങ്ങനെ ഇരുന്ന് പോകരുത്, നിങ്ങൾ അതിൽ നിന്ന് മാറാൻ പഠിക്കണം. ഓക്കെ, അതാണ് വേണ്ടത്. ഓക്കെ, ഇപ്പം ഞാൻ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയിൽ തേർഡ് പാർട്ടി ഉണ്ടോ എന്നാണ് നോക്കാൻ പോകുന്നത്. എനിക്ക് കുറേ ആയി ഞാൻ തേർഡ് പാർട്ടി ആയിട്ട് അങ്ങനെ സ്പെസിഫിക് ആയി എടുത്തിട്ടില്ല. തേർഡ് പാർട്ടി ഉണ്ടോ എന്ന് നോക്കാം, ഉണ്ടെങ്കിൽ ആരാണ് എന്ന് നോക്കാം. ഓക്കെ, ആൻഡ് നിങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിൻ്റെ മെസ്സേജസ് ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പേഴ്സൻ്റെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി, അവരുടെ ലൈഫിൽ തേർഡ് പാർട്ടി വേറെ ആരെങ്കിലും ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് ആരാണ്? ലൈക്ക് പാരൻസിനെ ആണോ അതോ വേറെ ബന്ധങ്ങളാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. മെയിൻ ക്വസ്റ്റ്യൻ ഇന്നത്തെ അതാണ്. ഓ മൈ ഗുഡ്നസ്, വാവ്. ചോദിച്ച ക്വസ്റ്റ്യൻ തേർഡ് പാർട്ടിയെ കുറിച്ചാണ്. ഫസ്റ്റ് വന്ന കാർഡിനെ തേർഡ് പാർട്ടിയെ കുറിച്ചാണ്. സോറി, നോക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് എന്താ വരുന്നത് നോക്കാം. Again, 3 energy. 3. Oh my god. 4 of Wands. King of Swords. 9 of Swords. ഓൾറെഡി എനിക്ക് കിട്ടിക്കഴിഞ്ഞു ഇവിടെ പല കാര്യങ്ങളും. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല, ബോട്ടം നോക്കിയതായിരുന്നു. ഞാൻ ഷഫിൾ ചെയ്തിട്ട് ഇത് വരികയാണെങ്കിൽ വരട്ടെ. ഓക്കെ, ബോട്ടം ഡെക്ക് നോക്കിയതാണ് ഞാൻ. Okay, 3 of Swords. Okay, good. Queen of Wands. Okay, great. 7 of Wands. Two of Pentacles. 8 of Wands. 5 of Swords. Okay. ഇവിടെ തേർഡ് പാർട്ടി ഇത് ഇന്ന് വളരെ ചുരുക്കം പേർക്ക് ഇത് റെസനേറ്റ് ആവുള്ളൂ, എനിക്ക് ഉറപ്പാണ്. ഓക്കെ, കാരണം ഇത് കൂടുതലും തേർഡ് പാർട്ടി ഈസ് മാരീഡ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണ് എനിക്ക് കിട്ടുന്നത്. എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് മാരേജ് എനർജിയാണ്. മാരേജ് എനിക്ക് പറയാനുള്ളൂ, വേറൊന്നുമില്ല. ഇന്ന് വേറെ ആൾക്കാർക്ക് ഇന്ന് ഇത് റെസനേറ്റ് ആവല് കുറവായിരിക്കും. ഓക്കെ, നിങ്ങൾ സിംഗിൾ ആവാം, നിങ്ങൾ മാരീഡ് ആവാം, അത് നിങ്ങളുടെ ഭാഗത്തുള്ളത് ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ പേഴ്സൻ്റെ ഭാഗത്ത് പേഴ്സൺ തീർച്ചയായിട്ടും മാരേജ് എന്ന രീതിയിൽ തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. മാരീഡ് ആളാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും പേഴ്സൻ്റെ അതിൻ്റെ അപ്പുറം പോകേണ്ട കാര്യമില്ല. ഓക്കെ, ഞാൻ ഇത് ഈ റീഡിങ് ഇന്ന് കാണുന്നവർ മെജോറിറ്റി, ഓക്കെ, നിങ്ങൾ കുറച്ച് പേര് സിംഗിൾസ് ഉണ്ടാവാം, ഇല്ല എന്നല്ല. ബട്ട് ഇവിടെ എനർജി പിക്ക് ചെയ്യുന്നത് കൂടുതൽ പേരുണ്ടെങ്കിൽ അവരുടെ എനർജി പിക്ക് ചെയ്യുന്നത് എനിക്ക് മാരീഡ് ആൾക്കാരാണ്. എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണ് ഇവിടെ കിട്ടുന്നത്. ഞാൻ വളരെ ഓപ്പണായിട്ട് പറയാം ഇപ്പം. ഓക്കെ, ഇത് എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ റീഡിംഗ് ആണ്. ഓക്കെ, തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണ്, തേർഡ് പാർട്ടി അവരുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ്. ഓക്കെ, ആ രീതിക്കാണ് കാണുന്നത്. വളരെ വളരെ ഉറപ്പാണ്. ഓക്കെ, അത്രയും കാർഡ്സ് ലൈക്ക് മാരേജിനെ കുറിച്ച് തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. തേർഡ് പാർട്ടി ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, മാരേജ് ആണ്. നിങ്ങൾ അറിയുകയും ചെയ്യാം. നിങ്ങൾക്ക് അറിയാത്ത കാര്യമില്ല, സീക്രട്ട് ഒന്നുമല്ല, നിങ്ങൾക്കറിയാം. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഐ തിങ്ക് വളരെയധികം സ്ട്രെസ്സിലാണ്, ടെൻഷനിലാണ്. നിങ്ങളുടെ പേഴ്സണും വിഷമമുണ്ട്, ടെൻഷൻ ഉണ്ടെന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ വല്ലാതെ ലൈക്ക് മാരേജിൽ സ്റ്റക്ക് തന്നെയാണ്. ഓക്കെ, അവർക്ക് അതിൻ്റെ ഒരു ടെൻഷൻ അവരുടെ മൈൻഡിലുണ്ട്. നിങ്ങളുടെ ഭാഗത്തേക്ക് ആക്ച്വലി ഈ കാർഡ്സ് നിങ്ങളെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണെങ്കിൽ ഇത് നിങ്ങളുമായിട്ട് 2 of Cups എനർജി ഉണ്ട്, സോൾമേറ്റ് എനർജിയാണ്. നിങ്ങൾ തമ്മിൽ Ace of Wands ആക്ച്വലി ഇത് പ്ലാനിങ്ങിൻ്റെ കാർഡാണ്. 3 of Wands പറയുമ്പോൾ പ്ലാനിങ് ആണ്, Ace of Wands ആണ്. ഓക്കെ, അവരുടെ മനസ്സിൽ പ്ലാനിങ് ഉണ്ട്. ഓക്കെ, എങ്ങനെയെങ്കിലും നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം വേണം എന്ന രീതിയിൽ അവരുടെ മനസ്സിലുണ്ട്.
ഓക്കെ, തേർഡ് പാർട്ടി ഇവിടെ എനിക്ക് കൂടുതൽ പറയാനില്ല, ആരാ എന്താന്നൊക്കെ വളരെ ക്ലിയർ ആയിട്ട് വന്നു കഴിഞ്ഞു. ഫാമിലിയാണ്, മാരീഡാണ്, മാരേജാണ്. ഓക്കെ, മാരീഡാണ്. ഇവിടെ നിങ്ങളോടുള്ള ഫീലിങ്സ്, 2 of Cups എനർജി, സോൾമേറ്റ് എനർജി, നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളോട് അവർ വളരെയധികം അട്രാക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ വളരെ ഒരു അട്രാക്റ്റീവ് പേഴ്സൺ ആയിട്ട്, എന്ന് വെച്ചാൽ ലേഡി ആവണമെന്നില്ല, ജെൻസ് ആയാലും ഓക്കെ, നിങ്ങൾ വളരെ അട്രാക്റ്റീവ് ആണ്, നിങ്ങൾ കഴിവുള്ള വ്യക്തികളാണ്. ഓക്കെ, നിങ്ങൾ വളരെ ടാലൻറ്റഡ് ആണ് എന്നൊക്കെ അവർക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, നിങ്ങളോട് ഒരുപാട് ഇഷ്ടമുണ്ട് അവർക്ക്. ഓക്കെ, ആ സ്നേഹം, നിങ്ങൾ തമ്മിൽ പരസ്പരം വളരെയധികം സ്നേഹം പങ്കുവെക്കുക അവർക്ക് ഇഷ്ടമാണ്, നിങ്ങളോട് ഒരുപാട് സ്നേഹം തന്നെയാണ്. ഓക്കെ, പക്ഷേ ഇവിടെ സ്റ്റാൻഡ് എടുക്കുന്ന കാര്യം, അതായത് എങ്ങനെയെങ്കിലും സ്റ്റാൻഡ് എടുത്ത് ലൈക്ക് ഫാമിലിയെ വിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരിക എന്ന ഒരു കാര്യത്തിലാണ് ഇവിടെ അവർക്ക് കൺഫ്യൂഷൻ. ഓക്കെ, 2 of Pentacles ആണ്. അവരിപ്പോൾ 2 സിറ്റുവേഷനെ അവർ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്, അവരെ മാരേജും നിങ്ങളെയും. ഓക്കെ, നിങ്ങൾ മാരീഡ് ആയിരിക്കാം, സിംഗിൾ ആയിരിക്കാം, അത് വേറെ കാര്യം. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയെങ്കിലും തേർഡ് പാർട്ടിയെ വിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ള അവർ മനസ്സിലൊരു പ്ലാനിങ്, ഒരു ആഗ്രഹമുണ്ട് അവർക്ക് അറ്റ്ലീസ്റ്റ്. ഓക്കെ, പക്ഷെ അവർ കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, അവരിപ്പോൾ 2 സിറ്റുവേഷൻ തമ്മിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. മാരീഡ് ആണ്, നോ ഡൗട്ട്. ഓക്കെ, തേർഡ് പാർട്ടിയെ കുറിച്ച് എനിക്ക് തേർഡ് പാർട്ടിയുമായിട്ട് എന്താ സിറ്റുവേഷൻ നോക്കാം, അങ്ങനെ എടുക്കാം ക്വസ്റ്റ്യൻ. തേർഡ് പാർട്ടിയുമായിട്ട് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. അപ്പം നിങ്ങളുമായിട്ടുള്ളത് എന്താണെന്ന് മനസ്സിലാവും. തേർഡ് പാർട്ടി, ഡെവിൾ എനർജി, വാവ്, the world, wow, Son of Swords, Temperance, my goodness, seriously. ഞാൻ ലൈക്ക് എടുക്കുമ്പോൾ കൂടി എനിക്ക് ഡൗട്ടായിരുന്നു ഇത്ര ക്ലിയർ ആയി കിട്ടുമെന്ന്. വളരെ ക്ലിയർ ആയിട്ട്. ഓക്കെ, ഡെവിൾ എനർജിയാണ്. അവർ പെട്ട് നിൽക്കുകയാണ്, അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. പല കാര്യങ്ങളും ലൈക്ക് നമുക്ക് പറയാം, പല റീസൺസും ആവാം. ഒന്ന് ലൈക്ക് അവർ അഡിക്ഷൻ എന്ന് പറയാനില്ല, ഞാൻ എന്താ പറയുക, ഒരു പേടികൾ എന്ന് പറയാം, ഫിയേഴ്സ് ആണ്. ഓക്കെ, അവർക്ക് പേടികളുണ്ട് അവരുടെ മനസ്സിൽ. ഓക്കെ, അവർ ആ മാരേജ് വിട്ട് വരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന രീതിയിൽ അവർക്ക് പേടികളുണ്ട്. ഓക്കെ, മേ ബി അവർ കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കായിരിക്കാം, അങ്ങനെയും പറയാം. ക്വീൻ ഓഫ് സോർട്സ്, കിങ് ഓഫ് സോർട്സ് എനർജിയാണ്. സോ ഹസ്ബൻഡ് ആയാലും വൈഫ് ആയാലും അവരെ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന തരത്തിലുള്ള പേഴ്സൺസ് ആയിരിക്കും. അത് പേടിയുണ്ട് അവർക്ക്. ഇവർ വിട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. ഇപ്പം അവർ എല്ലാം സീക്രട്ടാക്കി മനസ്സിൽ കൊണ്ട് നടക്കുകയാണ്. ഓക്കെ, അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം അവർ സീക്രട്ടാക്കി മനസ്സിൽ കൊണ്ട് നടക്കുകയാണ്, ഹൈഡ് ചെയ്തുകൊണ്ട് നടക്കുകയാണ്, ഹിഡൻ റിലേഷൻഷിപ്പായിട്ട് നിങ്ങളുടെ കൊണ്ട് നടക്കുകയാണ്. ഓക്കെ, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ അവർ സീക്രട്ടാക്കി വെക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അവർ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവർ എങ്ങനെയെങ്കിലും അവിടെയും ഒന്നും പ്രശ്നമൊന്നും വരരുത്, ഇവിടെയും ഒന്നും പ്രശ്നം വരരുത് എന്ന രീതിയിൽ അവർ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അവിടെ ഹാപ്പി ഒന്നുമല്ല. ഡബിൾ എനർജി വന്നാൽ തന്നെ അവിടെ ഹാപ്പി അല്ല തീർച്ചയായിട്ടും. ആൻഡ് ഓൾറെഡി ക്വീൻ ഓഫ് സോർട്സ് എനർജി ആയിരുന്നു. ഓക്കെ, വേറെന്താണ് കാർഡ്സ് പറയുന്നത്? 4 of Swords, Chariot, Sun. നിങ്ങളുടെ അടുത്തേക്ക് എന്തായിരിക്കും എന്നാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ക്വീൻ ഓഫ് കപ്സ് എനർജി നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ മാറി നിൽക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നുണ്ടാവാം, വിട്ട് നിൽക്കുന്നുണ്ടാവാം. ചിലർക്ക് ടോട്ടൽ സെപ്പറേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ബൗണ്ടറി വെച്ച് നിൽക്കുന്നുണ്ട് എന്ന് പറയാം. എനിക്ക് ഒരു അകൽച്ചയുണ്ട് അവർക്ക് എന്ന് പറയാം. പക്ഷേ ആ അകൽച്ചകളൊക്കെ അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ നഷ്ടപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അവർ ഒന്ന് മാറി നിൽക്കുന്നുണ്ട്, സൈലൻ്റ് ആണ്. ഓക്കെ, ഒന്നും പറയുന്നുണ്ടാവില്ല, ചിലപ്പോൾ നിങ്ങളോട് ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടാവില്ല. ബട്ട് അവർക്ക് ആഗ്രഹം നിങ്ങളുമായിട്ടൊരു മാരേജ് എന്ന രീതിക്ക്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ എന്ന രീതിയിലാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇൻഡിപെൻഡൻ്റ് ആവുക എന്ന രീതിയിൽ, അതായത് അവരുടെ ഒരു കമ്മിറ്റ്മെൻറ്റ്സ് വിട്ട് മാറിയിട്ട് നിങ്ങളുമായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം എന്ന രീതിയിലൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ സ്റ്റക്കായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ സെപ്പറേഷൻ ആയിരിക്കാം നിങ്ങൾ തമ്മിൽ. ഓക്കെ, ടോട്ടൽ സെപ്പറേഷൻ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് മാറി നിൽക്കുന്നു, അകന്ന് നിൽക്കുന്നു എന്ന് പറയാം. അകൽച്ച വെച്ചിട്ടുണ്ട്. ചാരിറ്റ് ആണ്, മൂവ്മെന്റ് ആണ് കാണുന്നത്. ഓക്കെ, പക്ഷെ അവർക്ക് ആഗ്രഹമുണ്ട്, അവർക്ക് ആഗ്രഹം തീർച്ചയായിട്ടും. ആക്ച്വലി ഇവിടെ ഫ്യൂച്ചറായിട്ട് ഞാൻ പറയാം, ലൈക്ക് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഓക്കെ, നിങ്ങൾ മീറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ്, നിങ്ങളെ കാണാനുള്ള സാധ്യതയാണ്, നിങ്ങൾ തമ്മിൽ മുന്നോട്ട് റിലേഷൻഷിപ്പ് പോകുന്നതാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഇത് എൻ്റെ ആയ പോലെയൊന്നും എനിക്കില്ല. തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും ഓക്കെ, സീക്രട്ട് ആയിട്ടെങ്കിലും അവർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് തന്നെയാണ്. ഓക്കെ, ഇവിടെ സൺ കാർഡ് ഉണ്ട് ആൻഡ് 6 of Swords ഉണ്ട്. നിങ്ങൾ തമ്മിൽ ചിലവർക്ക് അഗെയിൻ യാത്ര, 2 കാർഡും യാത്രയാണ് പറയുന്നത്. സോ മേ ബി നിങ്ങളൊരു യാത്ര പോകാനുള്ള സാധ്യതയാണ്, നിങ്ങൾ മീറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പീസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുമെന്ന് പറയാം. ഓക്കെ, ഒരു ബാലൻസിൽ അവർ ശ്രമിക്കുന്നത് ഇത് രണ്ട് റിലേഷനും ഇപ്പോൾ തൽക്കാലം ഒന്നിച്ച് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഇപ്പോൾ അവർ ശ്രമിക്കുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഹാപ്പിയാണ്, നിങ്ങൾ ഒന്നിച്ചുള്ളപ്പോൾ ആക്ച്വലി ഒരു ഹാപ്പി സമയങ്ങൾ വരുന്നുണ്ട് എന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒന്നിച്ചൊരു ടൈം സ്പെൻഡ് ചെയ്യുന്നതായിട്ടും നിങ്ങൾ തമ്മിലൊരു മീറ്റിങ്ങും എന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഫ്യൂച്ചറിലേക്ക്. ഓക്കെ, തേർഡ് പാർട്ടി ഉണ്ട്. തേർഡ് പാർട്ടി ഞാൻ പറഞ്ഞ പോലെ മാരേജ് ആണ്. ഓക്കെ, അവരതിൽ മാനേജ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ എല്ലാം കൂടിയിട്ട്. ഓക്കെ, നമുക്ക്
പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങളോട് എന്തെങ്കിലും പറയാൻ മെസ്സേജസ് ആയിട്ടുണ്ടോ നോക്കാം. ഇത്ര ക്ലിയർ കട്ട് മെസ്സേജ് ഇത്ര വരുന്ന ലൈക്ക് ചില സമയത്ത് വേറെയും എന്തെങ്കിലുമൊക്കെ എനർജി ഒക്കെ വരുന്നതാണ്. വേറെ ആരെങ്കിലും ആവാം, ഫാമിലി ആവാം എന്ന രീതിയിലൊക്കെ. ഇത് അതൊന്നുമില്ല, ഇത് ഡയറക്റ്റ്ലി ഓക്കെ ഫൈൻ. എനിവേ പേഴ്സണിന് നിങ്ങളോട് എന്താ പറയാനുള്ളത് നോക്കാം ഞാൻ. ഇതിൽ കുറച്ച് ടാരോയിൻ്റെ റെപ്രസെൻറ്റേഷനും ഉണ്ട്. സോ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. നിങ്ങളുമായിട്ട് പേഴ്സൺ നിങ്ങളോട് എന്താ പറയാനുള്ളത്, അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് എന്താണ്. Three of Pentacles, the Moon card, Temperance, same card. Hierophant, wow, awesome. King of Swords, the Sun card, Temperance, Sun card ഒക്കെ നേരത്തെ വന്ന അതേ കാർഡ്സ്. Lovers energy, Emperor, Six of Swords, same card നേരത്തെ വന്നത്. Ace of Wands, okay, good. ആൻഡ് King of Wands നേരത്തെ ബാക്ക് ഓഫ് ദ ഡെക്ക് ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ല എന്ന് മാത്രം. ഓക്കെ, നിങ്ങളോട് അവർക്ക് ഒരുപാട് അട്രാക്ഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങളുമായിട്ട് ഒരു പാഷനേറ്റ് മീറ്റിംഗ് വേണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. ലൈക്ക് സെക്ഷൽ വട്ടെവർ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. ഓക്കെ, ഒരു മീറ്റിംഗ് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് മുന്നോട്ട്. ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, കാരണം ഇവിടെ ഐ എം ഇൻ ലവ് വിത്ത് യു എന്നാണ് പറയുന്നത്. ആൻഡ് ഐ ചൂസ് യു എന്ന് പറയുന്നുണ്ട്. ലവേഴ്സ് കാർഡ് പറയുമ്പോൾ നമ്മൾ ചോയ്സിൻ്റെ ഒരു പറയാറുണ്ട്. ലൈക്ക് 2 പേരുണ്ടെങ്കിൽ അതിലൊരു ചോയ്സ്, അത് അവർ നിങ്ങളെയാണ് ചൂസ് ചെയ്യുന്നത്. അവർക്ക് ഇഷ്ടം, സ്നേഹം എല്ലാം നിങ്ങളോടാണ് എന്നാണ് കാണുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ 3 of Pentacles ഉണ്ട്. സോ വർക്ക് വിത്ത് മീ ഓൺ മേക്കിംഗ് അവർ റിലേഷൻഷിപ്പ് സ്ട്രോങ്ങർ. ഓക്കെ, ഐ ക്രേവ് ഫോർ അവർ കൊളാബറേഷൻ ആൻഡ് കോപ്പറേഷൻ, യുവർ കൊളാബറേഷൻ കോപ്പറേഷൻ. ഓക്കെ, എന്ന് വെച്ചാൽ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഒന്ന് അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയി മുന്നോട്ട് റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ വിട്ടുപോകാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. തേർഡ് പാർട്ടി ഉണ്ട്, പക്ഷെ അവർ പറയുന്നത് നിങ്ങളുമായിട്ടും റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ നിങ്ങളും അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നാൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് അവർ പറയുന്നത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ടെമ്പറൻസ് ഉണ്ട്. Let us find a balance. There is no need to rush as we are on the right path. Good things need time. And അവർക്ക് നിങ്ങളുമായിട്ട് ഫ്യൂച്ചർ വേണം എന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, മാരേജ്, കമ്മിറ്റ്മെന്റ് എല്ലാം അവർ ആഗ്രഹിക്കുന്നത്. ഹെർഫൻ ഉണ്ട് ഇവിടെ. ഓക്കെ, അവർക്ക് മാരേജ് വേണം എന്ന് തന്നെയാണ്. ഐ എം ലുക്കിംഗ് ഫോർ എ സ്ട്രക്ചേർഡ് ആൻഡ് ട്രഡീഷണൽ അസോസിയേഷൻ. ട്രഡീഷണൽ അസോസിയേഷൻ പറഞ്ഞാൽ മാരേജ് ആണ്. ഓക്കെ, മാരേജ് കമ്മിറ്റ്മെന്റ് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. വേണം എന്നുണ്ട്, പക്ഷെ അതിനുള്ള സമയമെടുക്കും. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ ബെറ്റർ ആവുന്നവരെ നിങ്ങളൊന്ന് അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിൽക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അവർക്ക് തേർഡ് പാർട്ടി വിടാൻ ഞാൻ നേരത്തെ പറഞ്ഞു. തേർഡ് പാർട്ടി വിട്ട് വരണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പം തന്നെ പെട്ടെന്ന് എടുത്തിയാടി ആക്ഷൻ എടുക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് അവർ സ്ലോലി പ്ലാൻ ചെയ്ത് അവർക്ക് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. നടക്കുമോ എനിവേ അത് പോട്ടെ, ബട്ട് അവർക്ക് ആഗ്രഹമുണ്ട്. സോ അതുകൊണ്ട് അതുവരെ നമുക്ക് ബാലൻസ് ചെയ്ത് തൽക്കാലം കൊണ്ടുപോകണം എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ മൂൺ ഉണ്ടായിരുന്നു. ഇറ്റ് ഈസ് ആൻ ഇമോഷണൽ മെസ് അറ്റ് ദ മൊമെന്റ്. ഫിയേഴ്സ് ആൻഡ് ഡൗട്ട്സ്, ഇല്യൂഷൻസ് ആർ ക്ലൗഡിങ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡെവിൾ കാർഡും മൂൺ കാർഡും ഒക്കെ പറയുന്നത് നമ്മുടെ ഉള്ളിലെ ഫിയേഴ്സ്, പേടികൾ, അവരുള്ളിൽ അവർക്കൊരു ടെൻഷൻ ഉണ്ട്, പേടിയുണ്ട്. ദാറ്റ് ഇത് എന്താവും എന്നുള്ളൊരു ടെൻഷൻ. ആരെങ്കിലും അറിഞ്ഞാൽ എന്താവും, വീട്ടിൽ അറിഞ്ഞാൽ എന്താവും, ഫാമിലി അറിഞ്ഞാൽ എന്താവും, ഇന്ത്യ പ്രോബ്ലംസ് എങ്ങനെ ഫേസ് ചെയ്യും എന്നൊക്കെയുള്ള പേടികൾ എല്ലാം ഉണ്ട്. സൊസൈറ്റി അറിഞ്ഞാൽ എല്ലാം അവർക്കൊരു ടെൻഷൻ ഉണ്ട്. ഓക്കെ, ആൻഡ് King of Swords energy, all that matters is the truth, discipline and practicality supersede love and emotions. ഓക്കെ, അവർ ആക്ച്വലി എന്താ പറയുക, വളരെ സ്ട്രേറ്റ് ഫോർവേഡ് പേഴ്സണുമാണ്. ഓക്കെ, അവർക്ക് ആക്ഷൻ എടുക്കണം എന്നുണ്ട്. ഇത് നമ്മൾ ആക്ഷൻ്റെ കാര്യമാണ് പറയുക. King of Swords പറയുമ്പോൾ നമ്മൾ ആക്ഷൻ എടുക്കുന്ന ഒരു പേഴ്സണാണ്. അവർക്ക് ധൈര്യത്തോടെ ആക്ഷൻ എടുക്കണം എന്ന ആഗ്രഹമുണ്ട്. ട്രൂത്ത് പറയണം എന്ന ആഗ്രഹമുണ്ട്. അവർ ലൈക്ക് ഫാമിലിയിലാണെങ്കിൽ ഫാമിലിയോട് സത്യം കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോവുക എന്ന രീതിയിൽ അവർക്ക് ആഗ്രഹമുണ്ട്. ബട്ട് അതിൻ്റെതായ ചെറിയ സമയം എടുക്കും എന്ന് തോന്നുന്നുണ്ട്. സോ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇവിടെ സൺ കാർഡ് ഞാൻ നേരത്തെ പറഞ്ഞു. യു ആർ മൈ സൺഷൈൻ, മൈ ഓൺലി സൺഷൈൻ. യു മേക്ക് മീ ഹാപ്പി വെൻ സ്കൈസ് ആർ ഗ്രേ. ഇറ്റ് ഈസ് ഓൺലി യു ദാറ്റ് ഐ വാണ്ട്. നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ അവർ വളരെ ഹാപ്പിയാണ്. ഓക്കെ, നിങ്ങളോട് അത്രയും സ്നേഹമാണ്, ഒരു ഹാപ്പിയാണ് നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ. അതവർക്ക് അറിയാം. അവരുടെ ലൈഫിൽ നിങ്ങളെ വേണം എന്ന് തന്നെയാണ് പറയുന്നത്. ആൻഡ് നിങ്ങളെ ചൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആൻഡ് എംപറർ, ഐ നോ വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ യു, ഹെൻസ് ഐ ഡിസൈഡ് ഫോർ യു. ഐ വിൽ ഓഫർ യു ലോയൽറ്റി, സ്റ്റെബിലിറ്റി, സ്ട്രക്ചർ ആൻഡ് സപ്പോർട്ട്. ദാറ്റ് ഈസ് മൈ ലവ്, ദാറ്റ് ഫോർ മീ ഇസ് ലവ്. ഓക്കെ, അവർക്ക് ശരിക്കും നിങ്ങൾക്ക് ഒരു പ്രോപ്പർ സ്റ്റേബിൾ ആയിട്ട്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, എംപററും ഹൈറോഫൻറ്റും ഒക്കെ പറയുന്ന മാരേജിൻ്റെ കാര്യമാണ്. ഓക്കെ, അവർ മാരേജ് നിങ്ങൾക്ക് ഓഫർ ചെയ്യണം എന്ന് തന്നെയാണ് അവർക്ക്. ഓക്കെ, ബട്ട് ഓക്കെ, അതിനുള്ള ആക്ഷൻ അവരെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ഇപ്പോൾ ഐ എം ലീവിങ് ബിഹൈൻഡ് ദ ഓൾഡ് സോ ദാറ്റ് ഐ ക്യാൻ മൂവ് ഹെഡ് ടു കം വാട്ട് ഇസ്. യെസ്, ഞാൻ പറഞ്ഞു, അവർക്ക് അത് അവരുടെ മാരേജ് വിട്ട് മാറി വരണം എന്നവരുടെ മനസ്സിലുണ്ട്. ഓക്കെ, സാഹചര്യങ്ങൾ അനുസരിച്ച് ഇനിയിപ്പോൾ അറിയില്ല, ബട്ട് എനിവേ അവർക്ക് ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും മനസ്സിൽ. നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം, സമാധാനത്തിൽ നിങ്ങൾ തമ്മിലൊരു നല്ല ലൈഫ് ഉണ്ടാവണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഐ എം സോ അട്രാക്റ്റഡ് ടു യു, ഐ എം കമ്മിങ് ടു മേക്ക് യു ആൻ ഓഫർ ഇൻ ലവ് വിച്ച് യു കനോട്ട് റിഫ്യൂസ്. നിങ്ങൾക്ക് നിങ്ങളോട് ഒരു പുതിയ തുടക്കം, പുതിയ ലൈഫ് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവർ.
ഓക്കെ. അതെ, പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ ഒരു മാരേജ് തന്നെയാണ് ഇവിടെ കൂടുതലും പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ. പക്ഷെ അവർ ഓൾറെഡി മാരീഡ് ആയതുകൊണ്ട് ആ സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വന്നിട്ട് വേണം നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരാൻ. സോ അതിൻ്റെതായ ഡിലേസ് ഉണ്ട്, സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ എല്ലാം എഫക്ട് ചെയ്യും. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പം തൽക്കാലം നിങ്ങൾക്ക് ഇങ്ങനെ വേണോ വേണ്ടേ എന്നുള്ളത് ഐ തിങ്ക് നിങ്ങളുടെ ചോയ്സ് ആണ്. ഓക്കെ, ഞാനിവിടെ കൂടുതലൊന്നും പറയില്ല. പേഴ്സണിന് നിങ്ങളോട് ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, വേണം എന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങളും സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. സോ എനിവേ, അത് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ചിന്തിക്കാനുള്ള കാര്യങ്ങളാണ്. ഓക്കെ, എനിവേ, നമ്മൾ ക്ലാരിറ്റി ഇവിടെ കിട്ടിക്കഴിഞ്ഞു. പേഴ്സൻ്റെ ഭാഗത്ത് സ്നേഹമുണ്ട്, അവർ തിരിച്ചു വരാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാം. അവർ സ്നേഹം നിങ്ങൾ തമ്മിൽ ഉണ്ട് എന്ന് തന്നെയാണ്. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഹാപ്പി ആയിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. നന്ദി, നമസ്കാരം.